എന്താണ് പ്യൂബർട്ടി അഥവാ പ്രായപൂർത്തിയാകുക എന്ന് പറയുന്നത്? നമ്മുടെ കുട്ടികൾ വളർന്ന് വലുതാകുന്നതിനനുസരിച്ച് അവർ സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടേഴ്സ് അറ്റൈൻ ചെയ്ത് അവർ റീപ്രൊഡക്റ്റീവ് കപ്പാസിറ്റിയിലോട്ട് എത്തി എന്നതാണ് അതിൻ്റെ അർത്ഥം. നമ്മുടെ കുഞ്ഞുങ്ങൾ ഒരു ഘട്ടം കഴിയുമ്പോൾ അവരുടെ ശരീരത്തിൽ ഹോർമോണൽ ചേഞ്ചസ് വരികയും ആ ചേഞ്ചസിനനുസരിച്ച് ശരീരത്തിൽ മാറ്റങ്ങൾ വരികയും ചെയ്യുന്നു. പെൺകുട്ടികൾക്കാണ് ആൺകുട്ടികളെക്കാൾ നേരത്തെ തന്നെ ചേഞ്ചസ് അറ്റൈൻ ചെയ്യുന്നത്. ഹോർമോണൽ ചേഞ്ചസിനോടൊപ്പം തന്നെ ന്യൂട്രീഷണൽ ആൻഡ് എൻവയൺമെന്റൽ ജനിതക ഫാക്ടേഴ്സ് ഒക്കെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതുമുണ്ട്. ആൺകുട്ടികളെക്കാൾ പെൺകുട്ടികൾ നേരത്തെ തന്നെ സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടേഴ്സ് അറ്റൈൻ ചെയ്യുന്നു. മീൻ ഏജ് എന്ന് പറയുന്നത് പെൺകുട്ടികളിൽ 11 വയസ്സാണ്. 8 വയസ്സ് മുതൽ 13-14 വയസ്സിനുള്ളിൽ എപ്പോൾ വേണമെങ്കിലും അവർക്ക് ചേഞ്ചസ് വരാം. ബ്രസ്റ്റ് ബഡ് ഡെവലപ്പ് ചെയ്യുകയാണ് ഫസ്റ്റ് ചേഞ്ച്. ദെയർ ആഫ്റ്റർ പ്യൂബിക് ആൻഡ് ആക്സിലറി ഹെയർ ചേഞ്ചസ് വരികയും ചെയ്യുന്നു. ആൺകുട്ടികളുടെ മീൻ ഏജ് എന്ന് പറയുന്നത് 11 വയസ്സാണ്. ഏകദേശം 10 മുതൽ 14 വയസ്സിനുള്ളിൽ ഇവർ സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടേഴ്സ് അറ്റൈൻ ചെയ്യേണ്ടതാണ്. ഇവരുടെ ടെസ്റ്റിസിൻ്റെ സൈസ്, ടെസ്റ്റിക്കുലസ് വോളിയമാണ് ഫസ്റ്റ് ഇൻക്രീസ് ചെയ്യുന്നത്. അതിനുശേഷം ജെനിറ്റൽ ചേഞ്ചസും പ്യൂബിക് ഹെയർ ചേഞ്ചസ് ഒക്കെ വരികയും ചെയ്യുന്നു. നമ്മുടെ കുഞ്ഞുങ്ങൾ പ്രായത്തിനനുസരിച്ച് സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടേഴ്സ് അറ്റൈൻ ചെയ്യാതെ വരുന്നതിന് നമ്മൾ ഡിലേഡ് പ്യൂബർട്ടി എന്നും, നേരത്തെ തന്നെ പ്രായത്തിന് മുൻപ് അവർ അവരുടെ സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടേഴ്സ് അറ്റൈൻ ചെയ്യുന്നതിനെ പ്രിക്കോഷ്യസ് പ്യൂബർട്ടി എന്ന് പറയുന്നു. ജനിതകമായിട്ടുള്ള ഘടകങ്ങൾ ഒരു ഭാഗം തന്നെയാണ്, പക്ഷേ എൻവയൺമെന്റൽ ന്യൂട്രീഷണൽ ഫാക്ടേഴ്സും ഇതിനെ ഒരു പരിധിവരെ അഫക്റ്റ് ചെയ്യുന്നു. കൃത്യമായിട്ട് പ്രായത്തിനനുസരിച്ച് സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടേഴ്സ് അറ്റൈൻ ചെയ്യാതെ വന്നാലും നേരത്തെ അറ്റൈൻ ചെയ്താലും അത് കുഞ്ഞിന് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. നമ്മൾ എന്തെങ്കിലും തരത്തിലുള്ള വ്യതിയാനങ്ങൾ കാണുകയാണെങ്കിൽ ഒരു പീഡിയാട്രീഷ്യനെ കൺസൾട്ട് ചെയ്ത് പീഡിയാട്രിക് എൻഡോക്രൈനോളജി ഒപ്പീനിയൻ എടുത്ത് ഡീറ്റെയിൽഡ് ഇവാലുവേഷൻ ആവശ്യമാണ്. താങ്ക്